ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുമായുള്ള ഈ പ്രണയബന്ധത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില ശത്രുക്കളെ ഈ വ്യക്തി പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ആക്ച്വലി ശത്രു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു റീഡിംഗ് ഫലപ്രദമാകുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ അത് കാരണം നോ കോണ്ടാക്റ്റിലും ബ്രേക്കപ്പിലും പ്രശ്നങ്ങളിലും ഒക്കെ അല്ലെങ്കിൽ വഴക്കിട്ടടിക്കുക, വാക്ക് തർക്കം, ഇതൊക്കെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഒരു ഓവറോൾ എനർജി തൊട്ടിട്ട് നമുക്ക് ഇങ്ങനെ പോകാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഓവറോൾ എനർജി ഈ പേഴ്സൻ്റെ എന്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾ മര്യാദക്ക് ഈ പേഴ്സണായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാം. അതുപോലെ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഓഫെയിൻ ആണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഇപ്പോൾ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. അബദ്ധമായി പോയി ചെയ്തതെല്ലാം അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തതെല്ലാം തെറ്റാണ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പേഴ്സണ് ആരും തന്നെ കൂടെ സപ്പോർട്ട് ഇല്ലാത്ത ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും അങ്ങനൊന്നും തന്നെ മറ്റുള്ള എനർജികൾ യാതൊന്നും തന്നെ ഇല്ലാത്ത ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സമാധാനം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ പേഴ്സണെ ഒന്ന് സമാധാനിപ്പിച്ചിരുന്നെങ്കിൽ എന്നുള്ളൊരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഈ പേഴ്സണെ സമാധാനിപ്പിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ അങ്ങനെ ആരും തന്നെ ഇല്ല എന്നുള്ളൊരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. വളരെയധികം ഒറ്റപ്പെടുന്ന ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും അകന്നു പോയത് വളരെയധികം അബദ്ധമായി പോയി എന്നും മണ്ടത്തരമായി പോയി എന്നും ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ ഒട്ടും തന്നെ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും ഒറ്റപ്പെട്ടു പോകുമെന്നും അല്ലെങ്കിൽ ഇത്രയും ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോകുമെന്നും ഈ പേഴ്സൺ വിചാരിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ദ ലവേഴ്സ് കാർഡാണ് ഈ പേഴ്സന്റെ എനർജിയിൽ ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് നിൽക്കുന്നത്. ആർക്കേഞ്ചൽ റാഫേൽ എന്ന് പറയുന്ന ഏഞ്ചലിനെയാണ് ഈ പേഴ്സന്റെ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ഏഞ്ചലിന്റെ സാന്നിധ്യം വളരെയധികം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സന് ഒരുപാട് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു എനർജി ആയിരുന്നു നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നത്. അതായത് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പേഴ്സന്റെ അടുത്തേക്ക് വന്നാൽ മതി, ഈ വ്യക്തിക്ക് വേറെ ആൾക്കാരൊക്കെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ശത്രുക്കൾ, ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ശത്രുക്കളായിരിക്കാം ഈ പേഴ്സണായിട്ട് കൂട്ടുകൂടിയിരുന്നത്. അവരെ ആയിരിക്കാം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത്. അപ്പൊ നിങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ റാഫേൽ ഏഞ്ചലിന്റെ ഒരു ഊർജമാണ്, എനർജിയാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഈ പേഴ്സന്റെ എനർജിയിൽ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഒരുപാട് ചോയ്സസ് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളിലേക്ക് എത്തിച്ചേരണം അല്ലെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള സത്യം ഈ വ്യക്തി മറന്നുപോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്റ്റിലാണെങ്കിലും നിങ്ങളായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങളായിട്ട് ഒരു ഇമോഷണൽ കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു ആശ്വാസ വാക്ക്, നിങ്ങളുടെ ഒരു സാന്ത്വനം അല്ലെങ്കിൽ ആശ്വാസകരമായിട്ടുള്ളൊരു സംസാരം, നിങ്ങളുടെ ഒരു ആശ്വസിപ്പിക്കല്, ഇത് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, താല്പര്യപ്പെടുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു സ്നേഹം ഏറ്റവും വലിയ ഒരു എനർജി ആയിരുന്നു എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രണയം വളരെയധികം ആഗ്രഹിക്കുന്നത്, അതായത് അനുഭവിക്കാനായിട്ട് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ,
അപ്പൊ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ലവേഴ്സിന്റെ എനർജിയാണ്, അതായത് ആദ്യം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സാന്നിധ്യം ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഈ പേഴ്സൺ അത്രയും പ്രാധാന്യം നൽകിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടോ നിങ്ങളുടെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, ഈ പേഴ്സണെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നിങ്ങൾ ഒന്ന് വരണം. നിങ്ങളുടെ സംസാരം വേണം, നിങ്ങളുടെ ഒരു ആശ്വാസം വേണം എന്നാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പേഴ്സന്റെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ സി ഫ്രം എ ഹയർ പെർസ്പെക്റ്റീവ് ആണ് കാണിക്കുന്നത്. കാരണം ഏറ്റവും ഉയർന്ന തലത്തിൽ ആഗ്രഹിക്കാനാണ് ഇപ്പോൾ ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു താഴ്ന്ന ചിന്താഗതിയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപക്ഷെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, ആഗ്രഹങ്ങൾ, മാനിഫെസ്റ്റേഷൻസ്, ഉയർന്ന ചിന്താഗതി, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ചിന്താഗതികളായിട്ട് ഒരുമിച്ച് ഉയർന്നു വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതായത് ഇപ്പൊ നിങ്ങൾ മാരേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ റിയൂണിയനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ പറയും, ഓ അതൊന്നും നടക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ നടന്നു എന്ന് പറയാം എന്നിങ്ങനെയുള്ള ഒരു ബാലിശമായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത രീതിയിൽ മെച്ചൂർഡ് അല്ലാത്ത രീതിയിലാണ് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു പ്രതീക്ഷ തന്നിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ പോലത്തെയുള്ള സംസാരമോ വാഗ്ദാനങ്ങളോ അങ്ങനെയൊന്നും തന്നെ നിങ്ങൾക്ക് തന്നിട്ടില്ലായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ആയപ്പോഴും പല കാരണത്താൽ ഈ പേഴ്സൺ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി ഉയർന്ന ചിന്താഗതിയിലേക്കാണ് നോക്കാനായിട്ട് പോകുന്നത്. കാരണം ഈ പേഴ്സന്റെ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നും, ലിമിറ്റഡ് ആയിട്ടുള്ള ചിന്തകളിൽ നിന്നും വളരെയധികം ഉയർന്ന ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചിട്ടും ഒരുമിച്ച് ജീവിതം പങ്കിടുന്നതിനെ കുറിച്ചിട്ട് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തിയാണ് അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനും സംസാരിക്കാനും താല്പര്യപ്പെടുന്നത്. ഓക്കെ, അത് നമുക്ക് കാണാൻ കഴിയുന്നു. യെസ്, ഇവിടെ ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നടന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം മിസ്റ്റിസിസം ആണ്, അത് തീർത്തും ഒരു നിഗൂഢതേനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് എന്താന്ന് വെച്ചാൽ നിഗൂഢത എന്ന് പറയുന്നത് പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപക്ഷെ ഈ വ്യക്തി പോലും നിങ്ങൾ പോലും അറിയാതെ വന്നിട്ടുള്ള ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആയിരിക്കണം. അപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എന്താ പറയാ, ഒരു ആശങ്കകൾ അല്ലെങ്കിൽ വളരെയധികം ഒരു ചോദ്യചിഹ്നത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ അതൊരു തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുള്ളത് ചിലപ്പോൾ ഈ പേഴ്സന്റെ റിലേറ്റീവ് തന്നെ ആയിരിക്കാം, അടുത്തുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നു. ഈ പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ തുടക്കത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണ് അത് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിലൂടെ ഒരു എന്താ പറയാ, അത് ആ ഒരു മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു നിഗൂഢത, അവരുടെ ആ ഒരു ദുരുദ്ദേശം, ഇതെല്ലാം ഈ വ്യക്തി മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഒരുപാട് വൈകി എന്നാണ് കാണിക്കുന്നത്. ഒരുപാട് വൈകിപ്പോയി. അപ്പോഴേക്കും നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റിലേക്ക് വന്നു, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ, വാക്ക് തർക്കം എന്നിങ്ങനെയുള്ള സിറ്റുവേഷനിലോട്ട് പോയി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളോട് ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ, അത് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്, മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾക്കിടയിൽ യാതൊരു കാരണവശാലും സംസാരിച്ചിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനായിട്ട് സീക്രട്സ് ആണ് കാണിക്കുന്നത്. മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ, കാണാമറയത്ത് കിടക്കുന്ന കാര്യങ്ങൾ പലതും ഈ പേഴ്സൺ കണ്ടിട്ടുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയാ, നമുക്കിവിടെ അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണ് കാര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ കാർമിക് ഡെപ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാകാം,
ഈ ഒരു എന്താ പറയാ, ഈ പേഴ്സൺ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാകാം എന്തുകൊണ്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്ത വരുന്നുണ്ടാകാം. ഇത് ഉറപ്പായിട്ടും ഒരു കാർമിക് ഡെപ്റ്റ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം ഒരു കർമ്മ സംബന്ധമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ തേർഡ് പാർട്ടി ആയിട്ട് ഈ വ്യക്തിക്കുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത്. അപ്പോൾ ആ ഒരു കാർമിക് ഡെപ്റ്റ് അല്ലെങ്കിൽ കർമ്മ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് റിലേറ്റഡ് ആയിട്ടാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണെ കുറ്റപ്പെടുത്തിയിട്ടോ ഈ പേഴ്സൺ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടോ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. കാരണം ഈ തേർഡ് പാർട്ടി വന്നിട്ടുള്ളത് ഈ ഒരു കാർമിക് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കർമ്മം ഉള്ളത് കൊണ്ട് തന്നെയാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ തേർഡ് പാർട്ടി ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഗ്രീൻ താരയാണ്, സുപ്രീം പ്രൊട്ടക്ഷൻ ആണ്. യു ആർ പ്രൊട്ടക്റ്റഡ്, കോഡ്സ് ആർ ബീങ് കട്ട്, മൂവ് ബിയോണ്ട് ലിമിറ്റേഷൻ, ട്രസ്റ്റ് എന്നാണ് കാണിക്കുന്നത്. അതായത് ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായാൽ പോലും അത് നിങ്ങൾ രണ്ടുപേരും കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റഡ് ആകാൻ വേണ്ടിയിട്ടും ആ ഒരു പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹം അതുപോലെ സ്പിരിച്വൽ പർപ്പസിന് വേണ്ടിയിട്ടുമാണ് ഇവിടെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർത്തും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ പീരീഡിനെ വളരെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. യാതൊരു കാരണവശാലും ഈ ഒരു കാര്യത്തിനെ നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം ഇവിടെ പറയുന്നത് നിങ്ങളും ഈ റിലേഷൻഷിപ്പും വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ്, ഇതെവിടെയും നശിഞ്ഞു പോകത്തില്ല. പക്ഷേ നമ്മൾ ചില മുജ്ജന്മ കർമ്മങ്ങളുണ്ട് അല്ലെ, മുജ്ജന്മ പാപങ്ങൾ, മുജ്ജന്മ കർമ്മങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ജന്മത്ത് നമ്മൾക്ക് എഴുതി വെച്ചിട്ടുള്ള കർമ്മങ്ങൾ, അതിൽ ചിലത് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ അതാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കയറി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ വിചാരിച്ചാൽ മതി, അങ്ങനെ വിചാരിച്ചാൽ മതി എന്നല്ല, അതാണ് സത്യം. പക്ഷെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതും കൂടി മനസ്സിലാക്കുക. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല, ഒരു പ്രൊട്ടക്ഷൻ എനർജി ഇല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, യൂണിവേഴ്സ് നല്ല രീതിയിൽ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോഡ്സ് ആർ ബീങ് കട്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പാസ്റ്റ് ലൈഫ് എനർജിയിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എനർജികൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചങ്ങല ഉറപ്പായിട്ടും നിങ്ങൾക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് യൂണിവേഴ്സ് തന്നെ കട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ആ ഒരു ടൈം എത്തുമ്പോൾ താനെ ഹീലായി പോകുന്നതായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ റിലേഷൻഷിപ്പിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷെ ആ കർമ്മം ചെറുതായിട്ട് ഏകദേശം തീരുന്നത് വരെ. മനസ്സിലായോ? ഡിസീറ്റ് കാർഡാണ്, അതായത് ഇവിടെ ശത്രുക്കളായിട്ട് മറഞ്ഞു നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും കാണാൻ കഴിയുന്നു. ഡിസീറ്റ് എനർജിയാണ്, പക്ഷെ ഇത് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ മറഞ്ഞു കിടക്കുന്ന ശത്രു ഏതാണോ അത് നിങ്ങളുടെ പേഴ്സന്റെ കൺമുന്നിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. ഓക്കെ, അത് തേർഡ് പാർട്ടിയുടെ ചിലപ്പോൾ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി കൈയോടെ ഈ പേഴ്സൺ പിടിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ടാകാം. അങ്ങനെ എന്തൊക്കെയോ തേർഡ് പാർട്ടിയുടെ ആ ഒരു മറഞ്ഞു കിടക്കുന്ന ആ ഒരു നിഗൂഢതകൾ ചുരുളഴിയുന്ന ഒരു എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ് ആണ്, ദ സൈൻസ് ആർ കോഷനിങ് യു എന്നാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടും തേർഡ് പാർട്ടിയെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള അടയാളങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്കും കാണിച്ചു തരുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം അടയാളങ്ങൾ നിങ്ങൾ കാണുമ്പോൾ അത് എല്ലാം ആ ഒരു വിശ്വാസമായിട്ട് ഏറ്റെടുക്കരുത്. പക്ഷെ ചില അടയാളങ്ങൾ നിങ്ങൾക്ക് കാണും, നിങ്ങളുടെ ഇൻഡ്യൂഷൻ അന്നേരത്ത് വർക്കാകാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും യൂണിവേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് എബൌട്ട് ദ തേർഡ് പാർട്ടി സിറ്റുവേഷൻ.
ഓക്കെ. അതല്ല എങ്കിൽ ഇപ്പൊ നിങ്ങളല്ല കാണുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സന് കൃത്യമായിട്ട് യൂണിവേഴ്സ് പലതരത്തിലുള്ള അടയാളങ്ങൾ അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ്, അബൌട്ട് ദിസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. യെസ്, അതുപോലെ തന്നെ ഒരു റിലാക്സിങ് എനർജിയിലേക്കാണ് ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുമിച്ച് നിങ്ങൾ രണ്ടുപേരും സന്തോഷിച്ച് ആനന്ദിച്ച് ഇരിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത്. വളരെ റിലാക്സിങ് ആയിട്ടുള്ള എനർജീനെയാണ് ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിപ്പോ എല്ലാവരും അങ്ങനെ തന്നെയാണ്, സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഏതൊരു വ്യക്തിയും താല്പര്യപ്പെടുന്നുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഈ പേഴ്സണും വളരെയധികം സമാധാനപരമായിട്ടുള്ള രീതിയിലാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പേഴ്സൺ ഒട്ടുമിക്ക സമയത്തും മാനിഫെസ്റ്റ് ചെയ്യുന്നതും. ഓക്കെ. അതുപോലെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഫൈൻഡ് ബാലൻസ് എന്നാണ്. ഇതിൽ ഏതോ ഒരു പേഴ്സൺ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാകാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ ആകാം. നല്ല രീതിയിൽ തന്നെയുള്ള പ്രാർത്ഥനകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട്, അത് ഇപ്പൊ മാനിഫെസ്റ്റേഷൻസ് ടെക്നിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് നമുക്കിവിടെ മസ്റ്റായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ. അത് ഇപ്പൊ നമുക്ക് മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്, ക്രിസ്റ്റൽസ് ഉണ്ട്, പിന്നെ ജേർണൽസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളായിട്ടാണ് ഈ ഒരു ലേഡി നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൽ ഏതോ ഒരു വ്യക്തി നല്ല രീതിയിൽ തന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതായിട്ടും പ്രാർത്ഥിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് വളരെ പോസിറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാകും. അത് യൂണിവേഴ്സ് സാങ്ഷൻ ആക്കി തരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. രോഹിണി നാള് കിട്ടിയിട്ടുണ്ട്. 2027 അടുത്തതിന്റെ പിന്നത്തെ വർഷം, വെനസ്ഡേ, സോൾമേറ്റ്, ലവിന് തന്നെയാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. 22 22-ാം തീയതി, അക്കൗണ്ടന്റ് 8-ാം തീയതി, മെയ്. വാട്ടർ പ്യൂരിഫിക്കേഷൻ ടെക്നിക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. 2 ദിവസം, ലെറ്റർ ജെ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.